അലക്സ് സർ, ഈ വീടിന് ചുറ്റുമുള്ള മറ്റു വീടുകളിലും കടകളിലും CCTV ഉണ്ടോ എന്ന് നോക്ക്. എന്നിട്ട് ആ ഫുട്ടേജിൽ നിന്ന് വല്ല ക്ലൂ എടുക്കാൻ പറ്റുമോ നോക്ക്. യെസ് സർ. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരാ ഉള്ളത്? അലക്സ് ഏത് സൈഡിലാ? സർ, ലെഫ്റ്റ് സർ. വാ. അയ്യോ 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 ഭായിജാൻ. നന്ദിനി, സർ. ഇവരെ കൊണ്ടുപോയി അവിടെ നിന്ന് ഇരുത്തിയേ. ഓക്കെ സർ, വരൂ മാഡം. സർ, സിറ്റിയുടെ മൊത്തം ട്രാഫിക് CCTV ഹാക്ക് ചെയ്തിരിക്കുകയാണ് സർ. വാട്ട്? ഡിപ്പാർട്ട്മെന്റിന്റെ സിസ്റ്റം ഒരുത്തൻ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നാണക്കേട്. ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് അത് റെക്ടിഫൈ ചെയ്യുക. ഓക്കെ സർ. ക്വിക്ക്. സർ. അലക്സ്, സർ, ഇതിനു മുമ്പ് വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്സ് പ്രകാരം 2 പെൺകുട്ടികളെ കൊന്നതും ഒരേ ആളാണ്. പക്ഷെ ഈ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തത് 2 പേരാ. ഒന്ന് വാൻ ഡ്രൈവർ, മറ്റൊന്ന് അറ്റൻഡർ. വീടും അതിന് ചുറ്റിനുള്ള CCTV ക്യാമറകളും ഇതെല്ലാം കഴിഞ്ഞ് മുഴുവൻ സിറ്റിയുടെ ട്രാഫിക് കൺട്രോളും ഒരുത്തിനെ കൊണ്ട് എങ്ങനെ ഹാക്ക് ചെയ്യാൻ കഴിയും? അപ്പോ ഇതൊരു ടീമായി ചെയ്തതാണെന്ന് കരുതുന്നു സർ. ഉടനെ തന്നെ സിറ്റിക്കകത്തുള്ള എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യാൻ പറയണം. യെസ് സർ. അതേപോലെ ഐഷുവിന്റെ ഫോട്ടോവും ഫ്ലാഷ് ചെയ്യണം. യെസ് സർ. ഇതിനു മുമ്പ് ചൈൽഡ് അബ്യൂസ് കേസിൽ അകത്തുപോയ എല്ലാ ആൾക്കാരെയും വിളിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഓക്കെ സർ. ആ ലോലിപോപ്പിൽ ഹെറോയിൻ എന്ന മയക്കുമരുന്ന് ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട് സർ. സർ, നിങ്ങളുടെ ഫോണൊന്ന് തരുമോ? സർ, ആ ഏരിയയിൽ പോയി എൻക്വയറി ചെയ്തായിരുന്നു. ഇന്ന് ഈവനിങ് മുതൽ 2 പേര് അബ്സ്കോണ്ടാണ്. അടുത്തുള്ളൊരു മെക്കാനിക്കൽ ഷോപ്പ് ചോദിച്ചായിരുന്നു. സാറേ, 2 പേരും അനാഥ കുട്ടികളാ. നമ്മുടെ നാട്ടിലെ പിള്ളേരാ സാറേ. മുന്നേ എൻ്റെ അടുത്തായിരുന്നു സാറേ പണിയെടുത്തോണ്ടിരുന്നത്. പിന്നെ കോൾ ട്രേസ് ചെയ്തപ്പോൾ ഒരു ആഭരണക്കടയിലെ സേട്ടും അമ്മനും ഒരുപാട് നേരം ഫോണിൽ സംസാരിച്ചിരുന്നു. സേട്ട്, അവസാനം നിങ്ങളാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞ് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സാറേ, ഞാൻ സത്യം പറയാം സാറേ. അവരെ എന്നോട് 15 ലക്ഷം രൂപ പലിശ തരാമെന്ന് പറഞ്ഞാ ചോദിച്ചത് സാറേ. അല്ലാതെ അവർ തമ്മിൽ വേറെ ഡീലിങ്സ് ഒന്നുമില്ല സർ. എന്തായാലും ആ സേട്ടിന്റെ ഫോണൊന്ന് ടാപ്പ് ചെയ്തേക്കെ. ഓക്കെ സർ. പോലീസ് കടയിൽ വന്ന് പോയി. കുടുങ്ങോന്ന് എനിക്ക് പേടിയാവുന്നു. സംസാരിക്കാം. ഹലോ ഹലോ. നിനക്ക് നിന്റെ മോളുടെ അടുത്ത് സ്നേഹമില്ലെന്ന് തോന്നുന്നു. ഉണ്ട് ഉണ്ട് സർ, ഉണ്ട്. ഉണ്ടെങ്കിൽ നീ എങ്ങനെയാ പോലീസ് വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വന്നത്? അല്ല, ഞാനല്ല വിളിച്ചത്. പ്ലീസ്, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. പ്ലീസ് പ്ലീസ്, നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തന്നോളാം. പ്ലീസ്. നിന്റെ വീട്ടിലുള്ള സ്വിമ്മിംഗ് പൂളിൽ ചെന്ന് നോക്ക്. സർ,